പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ ദച്ചുവിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഇത്രയുണ്ട്. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാനാണ് പോകുന്നത്. വേറെ ആരും വീഡിയോ ക്യാമറ പിടിക്കാനില്ലാത്തതുകൊണ്ട് ഇതേപോലെയായിരിക്കും അൺബോക്സ് ചെയ്യുന്നത്, ഞാൻ ക്യാമറ പിടിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോയിലിട്ട് കിടക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, മറക്കാതെ ലൈക്കും കമൻറ്റും തരിക. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. അപ്പം ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഞാൻ. ദച്ചൂട്ടിക്ക് കിട്ടിയ കുറേ ഡ്രസ്സും കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നോക്കാം. അപ്പം ആദ്യമായിട്ട് ഇത് സംഭവം ഇത് ഷീറ്റാണ്. നമ്മുടെ ഈ ബെഡിലൊക്കെ വിരിച്ചിട്ട് കുഞ്ഞുവാവിന് കിടക്കാനുള്ള നല്ല കൊടുത്ത് നെക്സ്റ്റ് ആണ് ഇത് കണ്ടോ, നല്ല നല്ല കുഞ്ഞുടുപ്പുകൾ, കുട്ടി ഉടുപ്പ്. അപ്പൊ നിറയെ ഉടുപ്പ്, കുട്ടി ഉടുപ്പേഴ്സാണ് ദച്ചുട്ടിക്ക് വേണ്ടിയിട്ട് കിട്ടിയത്. ഇത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഇത് വെടിച്ചട്ടം കൊണ്ടുവന്നത്. അടുത്തായിട്ടൊരു ടൗലാണ് കുഞ്ഞാവേന് ടൗല്. കളർഫുൾ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് ദച്ചുട്ടീനെ ഇവിടെ. പിന്നെ വന്നിട്ട് ബേബി ഗിഫ്റ്റാണ്. അതിൻ്റെ അകത്ത് കണ്ട കരിവള, ബഡ്സ്, ഉടുപ്പ്, പാമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇതൊക്കെ എന്താണ് നമ്മൾ കൂടെ കണ്ടിട്ട്. ദച്ചു നല്ല ഉറക്കമാണ്, അല്ലെങ്കിൽ ദച്ചുവിനും കൂടി കൂട്ടിയാണ്. അവന്ന് ഉറങ്ങിയാലേ ഇതൊക്കെ നമുക്ക് കാണിക്കാനുള്ളൊരിത് കിട്ടുള്ളൂ. നല്ല കുട്ടി ഉടുപ്പാണ്, രസമുണ്ട്. ശരിക്കും ദച്ചും കൂടി വേണമായിരുന്നു, പക്ഷെ ആള് ഉറങ്ങി, കുളിപ്പിച്ച് ഉറക്കി. അയ്യോടാ, നല്ല രസമുണ്ട്. കുഞ്ഞു വായിക്കുള്ളതല്ലേ? ഇതും സെയിം ബേബി ഗിഫ്റ്റാണ്. കിരിക്കൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഉടുപ്പും കാര്യങ്ങളും. ചീപ്പുണ്ട്, പൗഡർ, താക്കോലുണ്ട് കാറിന്റെ. അതല്ല, ദച്ചു കാറിലൊക്കെ ഇരിക്കുമ്പോൾ. അടുത്ത് ഉടുപ്പാണ്. ദച്ചുട്ടിക്ക് നിറയെ ഉടുപ്പും ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇതും സെയിം ഡ്രസ്സ്. ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ദച്ചൂട്ടി വീഡിയോയിലൊക്കെ വരുന്നത്. ഗിഫ്റ്റ് തന്നതൊക്കെ ഇടണമെന്നാണല്ലോ. സ്പെഷ്യൽ ഐറ്റം കേട്ടോ. നമുക്ക് തുറന്നു ജിബ്ബ് പോലത്തെ എന്താണെന്ന്. ദച്ചൂട്ടിക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ ദച്ചുട്ടിനെ ഇതിൽ കാണിക്കാം. പക്ഷെ അവൻ നല്ല കുഞ്ഞായിരിക്കണോണ്ട് വീണ്ടും അതെന്തൊക്കെയുണ്ട്? അതിലും സെയിം ചീപ്പ്, കരിവള,
ഡ്രസ്, പൗഡർ, പൗഡർ ഉണ്ട്. കരി അങ്ങനത്തെ സോക്സ് ആണോ? ഇത് ഇങ്ങനെ പൗഡർ ഇങ്ങനെ. ഓക്കെ 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 ഓക്കെ. ഇനി വന്നിട്ട് കണ്ട ഹിമാലയയുടെ ഒരു ബേബി ഹാപ്പി ബേബി ഗിഫ്റ്റ് പാക്ക് ആണ്. ഇതിലുള്ളത് എന്തൊക്കെയുണ്ട്? ഷാമ്പു ഉണ്ട്. അതായത് ഷാമ്പു ഉണ്ട്, ബേബി മസാജ് ഓയിലുണ്ട്, പിന്നെ ഡിപ്പർ റാഷ് ക്രീമുണ്ട്, പിന്നെ ജെൻറ്റൽ ബേബി സോപ്പുണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, ബോഡി പൗഡർ ഉണ്ട്, പിന്നെ ബേബി വിങ്സ് നമ്മുടെ നാപ്കിനുണ്ട്. ഓക്കെ ഗുഡ്, കൊള്ളാം അല്ലേ? അല്ലേ. പിന്നെ നെക്സ്റ്റ് അവസാനമായിട്ട് ലാസ്റ്റ് വൺ. ഇത് പൊട്ടിക്കണം. പൊട്ടിച്ചു. ഇത് അഴിക്കേണ്ടതാണ്. ഓപ്പൺ ചെയ്തല്ലോ. ഇത് ഇതിനകത്തും ഡ്രസ്സാണ്. ബേബി ഗിഫ്റ്റ് ആണ് അല്ലേ അത്? ബേബി. ഞാൻ പൊട്ടിച്ചു. സാറല്ല, നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കണം. അത്രയും പൊട്ടിച്ചോ കുഴപ്പമില്ല. അതിൻ്റെ തുടുപ്പ് സംഭവങ്ങളാണ്. മേക്കിംഗ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പൊട്ടിക്കാൻ ഭയങ്കര പാടുണ്ടല്ലേ? കാര്യങ്ങൾ അല്ലേ? തൊപ്പിയുണ്ട്, സോക്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തെച്ചുട്ടിയുടെ കിട്ടിയ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇനി തെച്ചുട്ടിക്ക് ഇട്ട് കൊടുക്കണം. ഗിഫ്റ്റുകളൊക്കെ തന്നൊക്കെ ഇടണമെന്നാണല്ലോ. അപ്പോൾ ദച്ചുട്ടിയും കൊണ്ട് ഞങ്ങൾ ഇനി വരും. ദച്ചുട്ടി നല്ല ഉറക്കം. ആ ടൈം കൊണ്ടാണ് ഇതെല്ലാം പൊട്ടിക്കുകയും എല്ലാം ചെയ്യുന്നത്. എന്തൊക്കെ ശബ്ദം കേട്ടാൽ പൊട്ടിക്കുന്നതൊക്കെ ശബ്ദം കേട്ടാൽ പെട്ടെന്ന്. അതുകൊണ്ട് പിന്നെ ദച്ചുട്ടീനെ കൊണ്ട് അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേക്കും കുട്ടികൾ ഇനിയുള്ള ഇതൊക്കെ കാണിച്ചു തരാം. നല്ല ഇനിയുള്ള നമ്മൾ ദച്ചുട്ടിനെ കൊണ്ട് ഇനി നല്ല അല്ലേട്ടാ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ്. ഇനിയിപ്പോൾ അവൻ്റെ നൂലേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുറത്തോട്ടൊന്നും അങ്ങനെ അധികം ഇറങ്ങാൻ പറ്റുമല്ലോ, കൊറോണയും കാര്യങ്ങളാവുകൊണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഞങ്ങൾ 3 പേര് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നോക്കും. തെച്ചുട്ടിയാണ് ഇനി നമ്മുടെ വീഡിയോയിൽ മുമ്പോട്ടുള്ള എല്ലാം അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. വെയിറ്റിംഗ് ഫോർ ദച്ചുട്ടി നെക്സ്റ്റ് വീഡിയോ അല്ലേ? അതെ. ഹായ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേവുന് വീഡിയോ എടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ എടുത്തത് അല്ലേ ദേവ്? അല്ലേ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനും കൂടെ നിൽക്കുമായിരുന്നു. ശകലം കൂടെ ഒന്ന് പഠിപ്പിക്കുമായിരുന്നു അല്ലേ? ദേവ് ഒറ്റയ്ക്കായതുകൊണ്ട് ദേവ് ഒറ്റയ്ക്കാണ്ട് എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ ദേവുന്. അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.